സമയം 11 മണി കഴിഞ്ഞു. ക്ലബ് FM 94.3യുടെ ഈ സ്റ്റുഡിയോ റൊമാൻറ്റിക്കാ. കാരണം ഇത് ലവ് ബൈറ്റ്സാ. റീനുവിൻ്റെ കൂടെ നമ്മൾ ഇഷ്ടപ്പെട്ട് ഒരു ഡ്രസ്സ് വാങ്ങി, അല്ലെങ്കിൽ ഒരു വാച്ച്, എന്നിട്ട് ഫ്രണ്ട്സിനെയൊക്കെ കാണിക്കുക, ദേ ഇതെൻ്റെ പുതിയ വാച്ചാന്ന്. അപ്പം അവർ പറയാണ്, ഛേ ഇതാണോ നീ മേടിച്ച വാച്ച്, ഒന്നിനും കൊള്ളില്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സ് കണ്ടിട്ട് പറയാ, ഇത് നിനക്കൊട്ടും ചേരത്തില്ല, പാറ്റേൺ മോശം. ഇങ്ങനൊരു കുറ്റം ഫ്രണ്ട്സ് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുമോ? ചോദിക്കുകയേ വേണ്ട, ഇഷ്ടപ്പെടത്തില്ല. അപ്പം നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ? ഇഷ്ടപ്പെടില്ല എന്ന് മാത്രമല്ല, അങ്ങനെ വന്ന് കുറ്റം പറയുന്ന ആളോട് പിന്നെ ഒരു കാലത്ത് നമ്മൾ മിണ്ടത്തില്ല. പല പല നല്ല ഫ്രണ്ട്ഷിപ്പുകളും ഇങ്ങനെ ബ്രേക്ക് ആയിട്ടുണ്ട്. ചിലർ ഇത് വന്ന് നമ്മുടെ അടുത്ത് പറയുമ്പോൾ അവർക്കറിയത്തില്ലായിരിക്കും ഇയാള് നമ്മുടെ ലവറാന്ന്. നമ്മളെ എടുത്തങ്ങ് ചാടും. അവന് അല്ലെങ്കിൽ അവൾക്ക് കാര്യം മനസ്സിലാകത്തില്ല. ഇങ്ങനെ ദേഷ്യപ്പെടുന്ന ഫ്രണ്ട്സിനോട് വിഷമം തോന്നിയിട്ട് ഒരു കാര്യമല്ല. ജീവന തുല്യം സ്നേഹിക്കുന്ന ആളെ കുറ്റം പറഞ്ഞാൽ നിങ്ങൾ സഹിക്കോ? സഹായിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ചെയ്യുന്നത്, പക്ഷെ അവസാനം അത് അവർക്ക് തന്നെ ഉപദ്രവത്തിൽ വന്ന് തീരും. ക്ലബ് FMലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു ഇത് സ്ഥാപിച്ചു തരാം. ഹാപ്പി ഡേയ്സ് മൂവി കണ്ടിട്ടുണ്ടോ? അതിൽ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അതിലൊരുത്തിന് ഒരു പെൺകുട്ടിയെ ഇഷ്ടമായി. അപ്പോൾ അവൻ്റെ വേറൊരു ഫ്രണ്ട് കണ്ടുപിടിച്ചു ഈ പെൺകുട്ടിയുടെ പോക്ക് അത്ര ശരിയല്ല, അവൾക്ക് വേറൊരു ലവറും കൂടി ഉണ്ടെന്ന്. അവൻ ഓടി വന്നിട്ട് ഇവൻ്റെ അടുത്ത് പറഞ്ഞു, അവളെ നീ വിട്ടേരെ, അവളുടെ സ്വഭാവം ശരിയല്ല എന്ന്. എന്ത് ചെയ്തിട്ട് ഇവൻ വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല, വന്ന് പറഞ്ഞവനോട് ഭയങ്കര അടിയുണ്ടാക്കിയിട്ട് പിന്നെ ഒരിക്കലും കൂട്ടുപിടിയിട്ടില്ല. ബെസ്റ്റ് ഫ്രണ്ടിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റവനത് ചെയ്തത്. പക്ഷെ പറഞ്ഞു വന്നപ്പോൾ എന്തായി? ഇവർ തമ്മിൽ ഭയങ്കര വഴക്കായി. പ്രണയത്തിലായിരിക്കുന്ന ആ കൂട്ടുകാരനെ ഇവിടെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. എന്താണെന്നറിയോ? ഇഷ്ടം വന്നു കഴിയുമ്പോൾ പിന്നെ ലവർ പറയുന്ന എല്ലാമാണ് അവർക്ക് കാര്യം. ഒരു ചെറിയ കുറ്റം പോലും ഈ ലവറിൽ അവർ കാണില്ല. ഇനി അഥവാ ഒരു കുറ്റം കണ്ടു എന്ന് തന്നെ വെച്ചോ, നമ്മൾ നമ്മളോട് തന്നെ പറയും, ഏയ് അതൊരു വലിയ പ്രശ്നമൊന്നുമല്ല, അതൊരു തെറ്റല്ല എന്ന്. ക്ലബ് FMലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു പറയുന്നു, ഇത് പ്രണയത്തിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റാണ്. അറിഞ്ഞുകൊണ്ട് ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ചെന്ന് അയാളുടെ ലവറിനെ കുറ്റം പറയാനായിട്ട് അത്രയും ധൈര്യം ഉണ്ടാവോ? ഇനി അങ്ങനെ ധൈര്യം ഉണ്ടെന്ന് തന്നെ വെക്കട്ടെ. ക്ലബ് FMലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു ചോദിക്കുക, അജിത്തിൻ്റെ അടുത്ത് ഒരു ഫ്രണ്ട് വന്ന് ലവറിനെ കുറ്റം പറഞ്ഞാൽ എന്ത് ചെയ്യും? എനിക്ക് അവൾ എന്താണെന്നും അവളുടെ ക്യാരക്ടർ എനിക്കറിയാം. അപ്പം ബാക്കിയുള്ളവര് കേട്ടിട്ട് അവളെ പറയുന്ന നല്ലൊരു രീതിയല്ല. നമ്മളൊരാളെ ഇഷ്ടപ്പെടുമ്പോ അയാളുടെ എല്ലാ നെഗറ്റീവും പോസിറ്റീവും എല്ലാം അറിഞ്ഞിട്ടല്ലേ ഇഷ്ടപ്പെടത്തുള്ളൂ. അതെ. അപ്പൊ പിന്നെ വല്ലവരും പറയുന്ന കേട്ട് അവളെ കുറ്റപ്പെടുത്തുന്ന അത് ശരിയല്ല. ഇനി അവളുടെ ഭാഗത്തൊരു തെറ്റുണ്ടെന്ന് നമുക്ക് മനസ്സിലായാലോ? അത്ര വലിയ തെറ്റല്ലെങ്കിൽ ക്ഷമിക്കണം. കാര്യം മനുഷ്യർക്കല്ലേ ക്ഷമിക്കാനൊക്കെ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു ഫ്രണ്ട് പറഞ്ഞു എന്ന് വെച്ചിട്ട് നമ്മൾ ഇവളെ ഉപേക്ഷിക്കത്തൊന്നുമില്ല. അതൊരിക്കലും പാടില്ല. ശരിയാണ് അജിത്ത്. നമ്മുടെ ലവറിനെ ഒരാൾ കുറ്റം പറയുന്ന കേട്ടിട്ട് നമ്മളൊരു ഡിസിഷൻ എടുക്കരുത്. ഇതുപോലൊരു ഒപ്പീനിയൻ പറയണമെങ്കിലേ 56070 ഒരു മെസ്സേജ് അയച്ചോളൂ. ഫോർമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ പേര്. കൊച്ചു കൊച്ചു വഴക്കൊക്കെ എല്ലാ പ്രണയത്തിലും കാണും. നമ്മൾ വഴക്കിടും, നിയന്ത്രിക്കും, എല്ലാത്തരം സ്വാതന്ത്ര്യവും കാണിക്കും. അത് നമ്മൾ അങ്ങോട്ട് ചെയ്താലും അവരിങ്ങോട്ട് ചെയ്താലും നമുക്കൊന്നും തോന്നത്തില്ല. എന്നാൽ വേറൊരാൾ ഇയാളെ വഴക്ക് പറഞ്ഞാലോ, അപ്പം കളി കാര്യമാവും. വഴക്കെന്നല്ല, ഇയാളെക്കുറിച്ച് ഒരു ഗോസിപ്പ് അല്ലെങ്കിൽ അയാൾ ചെയ്തൊരു കാര്യം തന്നെ ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മുടെ അടുത്തൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വഭാവം ആകെപ്പാടെ മാറും. നമുക്ക് ഇയാളെ ഇതെല്ലാം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം നമ്മൾ ജീവന്റെ ജീവൻ പോലെ ഇവരെ സ്നേഹിക്കാം. ഇവർ നമ്മുടെ ലൈഫിൻ്റെ ഒരു പാട്ടാ എന്ന് വെച്ച് പുറത്തുനിന്ന് വരുന്ന ഒരു ഫ്രണ്ടിന് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? എന്തിനാ ഫ്രണ്ട്? സ്വന്തം വീട്ടുകാർ വഴക്ക് പറഞ്ഞാൽ പോലും നമ്മൾ സഹിക്കത്തില്ല. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുടെ ഒരു കൊച്ചു വേദന പോലും നമുക്ക് താങ്ങാൻ പറ്റില്ല. ശരിയല്ലേ ഞാൻ പറഞ്ഞ്? എന്തായാലും ഇന്ന് ലവ് ബൈറ്റ്സ് കഴിഞ്ഞിട്ട് ഞാൻ റീനു പോവാ. നാളെ രാത്രി 10 മണിക്ക് തിരിച്ചു വരുവേ. ടിൽ ദെൻ ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്.